ചിത്തിര, ചോതി, വിശാഖ നക്ഷത്രങ്ങളടങ്ങുന്ന തുലാവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൻ്റെ ആദ്യം അത്ര ഒരു നല്ലതല്ല. വാരത്തിൻ്റെ അവസാനത്തോടു കൂടിയും കുറച്ചുകൂടി അനുകൂലത്തിലേക്ക് വരാൻ വേണ്ടി നമുക്ക് സാധിക്കും. മുഖ്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹാദി വിഷയങ്ങളിലാണ് ഈ ഒരു വാരത്തിൽ. അതോടൊപ്പം തന്നെ യാത്രാ സംബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ നീങ്ങി വരുന്നതായിട്ട് കാണാം. കർമ്മ സംബന്ധപ്പെട്ടുള്ള തടസ്സങ്ങളും ഈ ഒരു വാരം അവസാനത്തോടു കൂടി മാറി വരുന്നതായിട്ട് കാണാം. ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് ഏറെക്കുറെ പൊതുവെ ഈ ശനിയുടെ ഒരു ചാരവശാലുള്ള ദോഷ കാലഘട്ടത്തിൽ വെച്ച് കുറച്ചുകൂടി ഒരു നല്ല കാലഘട്ടമായിട്ട് തന്നെ ഈ ഒരാഴ്ച നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ ദാനധർമാദികൾ ധാരാളം ചെയ്യുന്നതിന് ഫലം ആണ് ഈ ഒരു സമയത്ത്. നല്ലതുപോലെ ശ്രദ്ധയോടുകൂടി ദാനധർമാദികൾ ചെയ്യാൻ സാധിക്കുക, ഇല്ലേ? ഒന്നുമില്ലെങ്കിൽ ഒരു വെള്ളമെങ്കിലും, ദാഹിച്ചവന് വെള്ളം എന്ന് പറഞ്ഞതുപോലെ വെള്ളമെങ്കിലും എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാതെ ദാനം ചെയ്യാൻ സാധിക്കുക, ഇല്ലാത്തവന് കൊടുക്കുക, അതാണ് അതിൻ്റെ ഉദ്ദേശം. അതൊക്കെ ധാരാളം ചെയ്യുന്നത് നല്ലതാണ്. ക്ഷേത്ര ദർശനങ്ങളൊക്കെ ധാരാളം ഈ ഒരു വാരത്തിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കണം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, പഠിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു അലസത വന്നു ചേരാനാണ് ഒരു കാര്യം. മിക്കവാറും അത് ഒരു മടിയോട് കൂടിയിട്ട് വയ്യ എന്നുള്ള ഒരു കാര്യത്തോടു കൂടി പഠിക്കേണ്ടതിന് പഠിക്കാൻ പോവാതെ മടി പിടിച്ചിരിക്കാനുള്ള ഒരു സാധ്യത ഈ ഒരു വാരത്തിൽ കുട്ടികളെ സംബന്ധിച്ചും പഠിക്കുന്നവരെ സംബന്ധിച്ചൊക്കെ കോഴ്സ് പൂർത്തീകരിക്കുന്നവരൊക്കെ ഒന്ന് ലാഗിങ് ആവാനുള്ള ഒരു കാര്യമുണ്ട് ഈ വാരത്തിൽ. കർമ്മ മേഖലയിൽ ജോലിയുള്ളവരെ സംബന്ധിച്ച് കർമ്മ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോവും. എങ്കിൽ ജോലി മാറുന്നതിന് അത്ര ഒരു നല്ല കാലഘട്ടമല്ല ഉള്ളവരെ സംബന്ധിച്ച്. ഇല്ലാത്തവർക്ക് ജോലി അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് അതിനുള്ള ഒരു അനുകൂല സ്ഥിതിയും കൂടിയാണ്. പരിശ്രമത്തിനനുസരിച്ച് ഫലത്തെ കിട്ടുന്നതാണ്. എങ്കിൽ വാഹനാദി വിഷയങ്ങളിൽ തടസ്സം നീങ്ങുന്നതിനും വാരാന്ത്യത്തോടുകൂടി വാഹന ലഭ്യത, അതോടൊപ്പം തന്നെ സ്വർണ്ണ സമ്പത്ത് വരുന്നതിനും, അതോടൊപ്പം തന്നെ സ്വർണങ്ങൾ വാങ്ങുന്നതിനും, ഭവനത്തിൻ്റെ മോടി കൂട്ടുന്നതിനും, ഗൃഹാലങ്കാരം ചെയ്യുന്നതിനും ഒക്കെ ഒരു നല്ല അനുകൂലമുള്ള മനസ്സ് അതിനൊക്കെ തോന്നിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് മാറാം. എങ്കിൽ ഈ ഒരു തുലാവക്കൂറുകാരെ സംബന്ധിച്ച് ശനിക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം ചെയ്യുന്നതും, വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്ത് പാൽപ്പായസം നിവേദിക്കുക, തുളസിമാല നിവേദിക്കുക, അതോടൊപ്പം തന്നെ വെണ്ണ കൃഷ്ണൻ അടുത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വെണ്ണ നിവേദിക്കുന്നതും, അതോടൊപ്പം തന്നെ ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യുന്നതും കേൾക്കുന്നതും ഒക്കെ ഈ തുലാവക്കൂറുകാർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം നല്ലതാണ്. അതോടൊപ്പം തന്നെ വിഷ്ണു ഭുജംഗപ്രയാഗം ജപിക്കുന്നത് വളരെയധികം നല്ലതാണ്. ദുരിതങ്ങൾ നീങ്ങി മനസ്സിനൊരു സമാധാനം കിട്ടുക, മാനസികമായിട്ട് വളരെയധികം ക്ലേശത്തിലൂടെ ചിലപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നീങ്ങാനുള്ളൊരു സാധ്യതയും തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ചേർന്ന് നല്ലതുപോലെ മനസ്സിനെ ബലപ്പെടുത്തിയിരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നന്ദി, നമസ്കാരം.